ഓക്കെ, അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് പേളിസ് ചേച്ചി എത്തിയിട്ടുണ്ട്. പേളിസ് ചേച്ചി എന്താ ഇത്ര വൈകി എന്ന് വിചാരിക്കുകയായിരുന്നു. കാര്യം 4 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഒറ്റയടിക്ക് പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. സോ വന്നിരുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കത് തോന്നുന്നില്ല ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന്. സത്യത്തിൽ അതൊരു ട്രാൻസ്ലേഷൻ വീഡിയോ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കൂളിലൊക്കെ ഇരുന്ന് ഇംഗ്ലീഷിന് ട്രാൻസ്ലേറ്റ് ചെയ്യൂല ടീച്ചർ വരുന്നത്, നല്ല കട്ട ബോറ്. പിന്നെ മെഴുകലിൻ്റെ ഒക്കെ പൂരക്കളിയാണ്. ആ വീഡിയോ കണ്ടവർക്കറിയാം അതിൽ എന്താണ് അത്രയും മാത്രം ഒരു സത്യസന്ധതയാണ്. എനിക്ക് തോന്നുന്നില്ല അതിൽ വലിയ സത്യസന്ധതയോടെയാണ് പേളി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, അതെങ്ങനെ സിബി മലയിൽ സാറിനോട്ട് എത്തി, ദ ഗ്രേറ്റ്, ദ ലെജൻഡ്, ബിഗ്ഗസ്റ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മെഴുകലൊക്കെ നടത്തുന്നുണ്ട്. ഇങ്ങനെ തോന്നുന്നു അല്ലേ സംഭവം. ഇതിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യം പറയട്ടെ, ഇതിലൊരു ഫേക്ക്നെസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് പേളി മാണി എന്ന് എല്ലാവരും മനസ്സിലാക്കി. ഇനി അത് കടന്ന് മെഴുകിയിട്ട് വേറെ കളിയൊന്നും ഇല്ല. ഒറ്റയടിക്ക് 4 ലക്ഷം ഫോളോവേഴ്സൊക്കെ പോകുമ്പോൾ സ്പോൺസർഷിപ്പിനെ ബാധിക്കും. സ്പോൺസർ കൊടുക്കാമെന്ന് പറഞ്ഞവരൊക്കെ സ്പോൺസർ കൊടുക്കില്ല. കാര്യം അവരുടെ പ്രോഡക്റ്റിനെ അവർക്ക് നല്ല രീതിയിലുള്ള വ്യക്തികളുടെ അടുത്താണല്ലോ കൊടുക്കേണ്ടത്. സോ ഇമേജ് നെഗറ്റീവ് ആവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ആ വീഡിയോ കാണുന്നവർക്കറിയാം അതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ല, പ്യുവർ ട്രാൻസ്ലേഷൻ ആണ്. ഓരോ വരിയും ഓരോ വാക്കും പറഞ്ഞ് അതിന്റെ അർത്ഥം മലയാളിയൊക്കെ പറഞ്ഞു കൊടുക്കുക. മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മീനിങ് ഒക്കെ അറിയാം. എന്തോ മലയാളികൾ വായിച്ചതിൽ തെറ്റുണ്ട്, മലയാളികൾ മനസ്സിലാക്കിയതിൽ കുഴപ്പമുണ്ട് എന്ന രീതിയിലാണ് പേളി ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് താഴെ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.